മഹല്ല് ഭരിക്കുന്ന കമ്മിറ്റി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഭാരവാഹികളും മെമ്പറും മെഹ്റാബും അലങ്കരിക്കുന്ന ഇമാമുമാരും ഇവർ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ കൈകാര്യം ചെയ്യുന്ന മെഹ്റാബി മെമ്പറിന്റെ ഉടമസ്ഥൻ, മഹല്ല് ജമാഅത്തിന്റെ ഉടമസ്ഥൻ, പള്ളിയുടെ ഉടമസ്ഥൻ, മറ്റ് അനുബന്ധ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥൻ അല്ലാഹുവാണ്. അള്ളാഹുവിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു സ്ഥാപനത്തെയാണ് നമ്മൾ പരിചരിക്കുന്നത്, ഭരിക്കുന്നത്, നമ്മൾ അലങ്കരിക്കുന്നത്. ഇമാമുമാരും മഹല്ല് ഭാരവാഹികളും ഈ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് ഒന്ന് കണ്ണോടിച്ചാൽ മനസ്സിലാകും. അള്ളാഹുവിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു പ്രസ്ഥാനത്തെയാണ് ഞാൻ പരിചരിക്കുന്നത്, ഞാൻ ഭരിക്കുന്നത്, ഞാൻ ഇമാമത്ത് ഖുത്ബ കൊണ്ട് അലങ്കരിക്കുന്നത് എന്ന് ആ യാഥാർത്ഥ്യത്തിലേക്കൊന്നും മനസ്സ് തുറന്നാൽ ഇന്ന് നടക്കുന്ന അലങ്കോലങ്ങൾ, അരാജകത്വങ്ങൾ ഒന്നും ഇവിടെ സംഭവിക്കില്ല. മഹല്ല് ഭരണത്തിന് വേണ്ടി കടിപിടി കൂട്ടില്ല, അതിനുവേണ്ടി 18 വയസ്സ് വോട്ട് അവകാശം വെക്കില്ല, ഒരു തെരഞ്ഞെടുപ്പോ വോട്ടോ അതിനുവേണ്ടി ഒരു വ്യവഹാരമോ ഒന്നും ഉണ്ടാകില്ല. കാരണം ഇത് അള്ളാഹുവിന്റെ ഉടമസ്ഥയിലുള്ള അള്ളാഹുവിന്റെ വകയാണ്. ഞാൻ അതിന്റെ ഒരു ട്രസ്റ്റി, ഒരു സൂക്ഷിപ്പുകാരൻ മാത്രമാണ്. അപ്പൊ അതിനകത്തൊരു അമാനത്താണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ ഇതിനകത്ത് പടച്ചവനോട് സമാധാനം ബോധിപ്പിക്കേണ്ടി വരുമെന്ന ഒരു ബോധ്യത്തോടുകൂടി മഹല്ല് ഭരിക്കുകയും മെമ്പർ മെഹ്റാബ് അലങ്കരിക്കുകയും ചെയ്താൽ ഒന്നും സംഭവിക്കില്ല. ഇവിടെ സിവിൽ, ക്രിമിനൽ, സക്കാത്ത് വിതരണം മുതലായ എല്ലാം നടത്തപ്പെട്ടുന്നത് മദീനത്ത് പള്ളിയിലാണ്. തൊഴിൽശാലകൾ, ഡിസ്പെൻസറി, ആരോഗ്യ പ്രവർത്തനങ്ങൾ, സാമ്പത്തിക മേഖല എല്ലാം മദീനത്ത് പള്ളിയിലാണ് കൈകാര്യം ചെയ്യപ്പെട്ടത്. ഒരു ബഹുസ്വര സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണം എന്നുകൂടി അവിടെ നിന്ന് മാതൃക നൽകിയിട്ടുണ്ട്. ലോകം കണ്ടിട്ടുള്ള ആദ്യ ഭരണഘടന മദീനയുടെ ഭരണഘടനയാണ്. പ്രവാചകനാൽ നിർമ്മിതമായ ഭരണഘടന. അതിന്റെ ഒന്നാമത്തെ ക്ലാസ് ഇവിടെയുള്ള മുസ്ലിങ്ങൾ, ബഹുദൈവ വിശ്വാസികൾ, ക്രിസ്ത്യാനികൾ, ജൂതന്മാർ, മതമുള്ളവരും മതമില്ലാത്തവരും ഒക്കെ തന്നെ മനുഷ്യരെന്ന നിലയിൽ അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. അവരവരുടേതായ ആദർശങ്ങൾ നിൽക്കട്ടെ, അതിന്റെ പേരിൽ ഒരു വഴക്കം കൂടുകയോ ഒരു വേലിയാട്ടം നടത്തുകയോ ചെയ്യപ്പെടാൻ പാടില്ല. ആ തരത്തിൽ ലോകത്തിന് ഇന്നും മാതൃകായോഗ്യമായ ഒരു ഭരണഘടനയായിരുന്നു മദീനയുടെ ഭരണഘടന. അതിന്റെ പ്രായോഗികത എന്ന നിലയിലാണ് നെജ്റാനിലെ ക്രൈസ്തവ പുരോഹിതന്മാർക്ക് മദീനത്തെ പള്ളിയിൽ കുർബാന നടത്താൻ പ്രവാചകൻ സ്ഥലം അനുവദിച്ചത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം മഹല്ല് ജമാഅത്തുകളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് നമ്മൾ ഒരു ബഹുസ്വര സമൂഹത്തിലാണ് ജീവിക്കുന്നത്. ഒരു ജൂതന്റെ ഡെഡ് ബോഡി കൊണ്ടുപോയപ്പോൾ പ്രവാചകൻ മദീനത്തെ പള്ളിയുടെ കിഴക്കേ മുറ്റത്ത് റിലാക്സ് ചെയ്യുകയായിരുന്നു, വിശ്രമിക്കുകയായിരുന്നു. ഇപ്പൊ എഴുന്നേറ്റ് അനുയായികൾക്ക് വിസ്മയം തോന്നി. അള്ളാഹുവിന്റെ റസൂലെ ഒരു ജൂതന്റെ ഡെഡ് ബോഡിയാണല്ലോ കൊണ്ടുപോയത്, ഇസ്ലാമിന്റെ ബദ്ധശത്രു. അത് കണ്ട് അങ്ങ് അതിനെ ഉപചരിച്ച് എഴുന്നേറ്റല്ലോ. പ്രവാചകൻ പറഞ്ഞ ഒരു മനുഷ്യന്റെ ഡെഡ് ബോഡിയാണ്, ഒരു മനുഷ്യന്റെ ഡെഡ് ബോഡിയാണ്. 2 അടിമപ്പിള്ളേർ ഒരു ചത്ത പട്ടിയെ തൂക്കിക്കൊണ്ട് നടന്നു. അപ്പൊ അത് കണ്ടപ്പോൾ പ്രവാചകന്റെ മുഖം വിവരണമായി. അല്ല, അതൊരു നികൃഷ്ട ജീവിയാണ്. ആയിക്കോട്ടെ, അല്പസമയം മുമ്പ് അതിന് ജീവന്റെ തുടിപ്പുണ്ടായിരുന്നല്ലോ. അപ്പോഴത്തെ എൻ്റെ അവസ്ഥയും ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥയും കൂടെ നിങ്ങളൊന്ന് താരതമ്യം ചെയ്ത് ഇപ്പൊ എനിക്ക് വിഷമം തോന്നിയിട്ട് എൻ്റെ മുഖം പൂർണ്ണമായി. അപ്പൊ അങ്ങനെ എല്ലാ രംഗത്തും നമുക്ക് ഈടുറ്റ മാതൃകയാണ്. ഇതൊക്കെ ഈ ജീവകാരുണ്യവും ഇതൊക്കെ നമുക്ക് പ്രകടമാകേണ്ടത് മഹല്ല് മാത്രം കൂടിയാണ്. ഖൈബർ യുദ്ധത്തിൽ ഒരു 50 തറച്ച് മാരകമായി പരിക്കേറ്റ ആളായിരുന്നു സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു, ഔസിന്റെ നേതാവാണ്. അദ്ദേഹത്തെ പരിചരിച്ചത്
മദീനത്തെ പള്ളിയുടെ ഒരു ഭാഗത്തിൽ ക്യാമ്പൻ ഉണ്ടാക്കിയിട്ട് ആ ക്യാമ്പുണ്ടായത് അതേ വഫാത്തായപ്പോൾ മദീന ആകമാനം ദുഃഖത്തിലായി. ജിബ്രീൽ അലൈഹിസ്സലാം വന്നു ഒരു നല്ല സുമുഖനായ യുവാവിന്റെ വേഷത്തിൽ. ഇവിടെ എന്താ സംഭവിച്ചത്? അത് ഔസിന്റെ തലവനായിരുന്ന ഇസ്ലാമിന്റെ നല്ല സഹചാരിയായിരുന്ന സഅദ് ബിൻ മുആദ് മരണപ്പെട്ടു. അതിന്റെ ദുഃഖമാണ് മദീനയിൽ കണ്ടു നിൽക്കുന്നത്. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, മാത മൻ ഇഹ്തസ്സ ബിഅർശിഹി ഇഹ്തസ്സ ബിമൗതിഹി അർശുർ റഹ്മാൻ. അല്ലാഹു റസൂലേ, ഒരു മഹൽ വ്യക്തിത്വമാണ് ഇവിടെ വഫാത്തായത്. അദ്ദേഹത്തിന്റെ മരണം കാരണം അള്ളാഹുവിന്റെ സിംഹാസനം പിറകൊണ്ടു. അർ-റഹ്മാനു അലൽ അർശി ഇസ്തവ. അള്ളാഹുവിന്റെ സിംഹാസനം പോലും ഈ മരണം കാരണം വിറകൊണ്ടുപോയി. അങ്ങനെയുള്ളൊരു മഹൽ വ്യക്തിത്വമാണ് ഇവിടെ വഫാത്തായത്. ഞാൻ പറഞ്ഞത് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു ചികിത്സിക്കപ്പെട്ടത്, പരിചരിക്കപ്പെട്ടത്, മരണം വരിച്ചു മദീനത്ത് പള്ളിയിലാണ്. അപ്പം മദീനത്ത് പള്ളിയുടെ അനുധാപനമാണ് നമ്മുടെ ഇന്നത്തെ മഹല്ല് ജമാഅത്തുകളൊക്കെ തന്നെ. ഇത് മനസ്സിലാക്കി ഞാൻ വേദി പറഞ്ഞത് ഒരു വാക്ക് നേരത്തെ സൂചിപ്പിച്ചു, അതിനോടുകൂടി കൂട്ടി വായിച്ചിട്ട് പറയുന്നത്, അള്ളാഹുവിൻ്റെ ഉടമസ്ഥയിലുള്ള നമ്മുടെ മുമ്പിൽ ഒരു അമാനത്തായി ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഇസ്ലാമിക സമൂഹത്തിന്റെ അടിത്തറ, സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ ധാർമ്മിക മൂല്യങ്ങൾക്കൊക്കെ ഒരു സ്രോതസ്സായിട്ടുള്ള മഹല്ല് ജമാഅത്തുകൾ ശക്തി പ്രാപിക്കണം. അതിനെ ആ തരത്തിൽ തിരിച്ചു കൊണ്ടുവരണം. വെറും ശമ്പളം കൊടുക്കാനും മാസവരി പിരിക്കാനും ശമ്പളം കൊടുക്കാനും കറണ്ടിയാർ നടക്കാനും മാത്രം ഉള്ള ഒരു സംരംഭമായി അല്ലെങ്കിൽ ഒരു മേഖലയായി മഹല്ല് ജമാഅത്തുകൾ തരം താണു പോകാൻ പാടില്ല. ആ തരത്തിലുള്ള നല്ല ഒരു അവബോധമാണ് ഈ വിഷയത്തിലൂടെ ബഹുമാനപ്പെട്ട മുസാ മൗലവി അവതരിപ്പിക്കാൻ പോകുന്നത്. ഇങ്ങനെ